നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്നേഹിച്ചവരെയൊക്കെ നഷ്ടപ്പെടാനാ എന്നും എന്റെ വിധി. എന്നെ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അമ്മ, നീ എന്നോട് പൊറുക്കണം സുമി, പൊറുക്കണം. മാപ്പു സുമിത. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഞാൻ ഗിരി സാറിനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോകാനായിട്ട് സാറിന്റെ ബാഗ് പാക്ക് ചെയ്തപ്പോ അതിനുള്ളിൽ നിന്നൊരു സാധനം കിട്ടി. ഞാനതിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് സാധനം? ഒരു ലേഡീസ് ബാഗ്. ലേഡീസ് ബാഗോ? അതെങ്ങനെ എന്റെ പെട്ടി വന്നു? അറിയില്ല സാർ. എന്തായാലും ഞാൻ അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് എന്താ ഇപ്പൊ ഞാൻ വാങ്ങുക? എന്തെങ്കിലും ഡ്രസ് മെറ്റീരിയൽ ആയാലോ? ഞാനിവിടെ വരുമ്പോഴൊക്കെ എന്റെ വൈഫിന് ബ്രാൻഡഡ് ഹാൻഡ് ബാഗ്സ് ആണ് വാങ്ങിക്കാറ്. ഞാനത് US ട്രിപ്പ് പോയപ്പോ വാങ്ങിയതാ. പെട്ടിന്ന് എടുക്കാൻ വിട്ടുപോയതാ. താങ്ക്സ്. ഗിരി ഇപ്പൊ ലേഡീസ് ബാഗാണ് ഉപയോഗിക്കുന്നത്. അല്ല, സ്ത്രീ വിരോധിയായിട്ടുള്ള ഗിരിയുടെ കയ്യിലെ എങ്ങനെയാ ഈ ലേഡീസ് ബാഗ് എന്ന്? അതോ ഇനി വല്ല കാമുകിമാർക്കും സമ്മാനം കൊടുക്കാൻ വാങ്ങിയതാണോ? ഇത് ഞാൻ സുമിക്ക് വേണ്ടി വാങ്ങിയതാ. അത് വേണം. ഞാനിപ്പൊ ഈ ബാഗിന്റെ കാര്യം ചോദിച്ചോണ്ട് ഇപ്പൊ മനസ്സിൽ തോന്നി പറഞ്ഞല്ലേ. ഗിരി ഇപ്പൊ ഇത് വേറെ ആർക്കെങ്കിലും വേണ്ടി വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ എനിക്ക് വേണ്ടി വാങ്ങിയെന്ന് പറഞ്ഞാൽ അന്നോണം. സുമിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി. ഞാനിത് കഴിഞ്ഞ തവണ US പോയപ്പോ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഗിരി US പോയിട്ട് വന്നിട്ട് 3 മാസം കണ്ടായില്ലേ? എന്നിട്ട് എന്താ ഇത്ര കാലമായിട്ടും ഗിരി എനിക്കിത് തരായിരുന്നത്? സത്യം പറയാലോ, മറന്നുപോയതാണ്. അപ്പൊ യാത്ര പോകുമ്പോഴൊക്കെ എന്നെ ഓർക്കാറുണ്ടല്ലേ? US എന്റെ സുഹൃത്ത് ജോർജ് ജോസഫ് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാനിത് വാങ്ങിയത്. അല്ലാതെ സുമിയെ ഓർത്തിട്ടൊന്നുമല്ല. സുമി, നിന്നെ എനിക്കൊരുപാട് ഇഷ്ടം. അതൊന്നുമല്ല സത്യം, എനിക്കറിയാം. ഉറക്കത്തിൽ പറയുന്നതല്ല സത്യം. സുമി എന്താ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. ഉറക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? അല്ല, ഇപ്പോഴും ഗിരി ഉറക്കത്തിൽ നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടെന്ന് പറയായിരുന്നു. അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടർ. സത്യമേ. ഡോക്ടർ, എന്റെ മോൾക്ക് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട് സത്യമേ. അപകടമുണ്ടായി ആദ്യത്തെ 4 മണിക്കൂറായിരുന്നു പ്രധാനം. ഡോക്ടറെ, പഞ്ചകൈലാസത്തിലെ ക്ലിനിക്കിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പേഷ്യന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു ആ 4 മണിക്കൂർ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഒരു ഓപ്പറേഷന് പോലുള്ള സാധ്യതയില്ലാതെയായി. ഡോക്ടർ എന്താ പറയുന്നത്? വീഴ്ചയിൽ തലയ്ക്കുണ്ടായ ക്ഷതം മാത്രമല്ല സത്യമേ, അതിനു മുൻപ് പേഷ്യന്റിന് ഷോക്ക് ഉണ്ടാകുന്ന എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഷോക്ക് നാഡീവ്യൂഹത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്.
അതിനു പുറമെയാണ് തലച്ചോറിലെ ഈ ക്ഷതം. ശ്ശോ. ഞങ്ങൾക്ക് കാര്യമായി ഇനിയൊന്നും ചെയ്യാനില്ല. കോമ തന്നെ കൺഫേം ചെയ്തു. അയ്യോ. കോമയോ? ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? ഡോക്ടർ, എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാം, എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാം. എനിക്ക് എന്റെ മോളെ, എന്റെ പ്രീതി എനിക്ക് ഭേദപ്പെടുത്തണം. സത്യാമ്മയുടെ വികാരം എനിക്ക് മനസ്സിലാകും. പക്ഷേ കോമ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള മെഡിക്കൽ സംവിധാനങ്ങളൊന്നും മോഡേൺ മെഡിസിനിൽ ഇല്ല സത്യാമ്മേ. എവിടെ കൊണ്ടുപോയാലും ഇവിടെ ചെയ്യാവുന്ന ചികിത്സകളൊക്കെ തന്നെയുള്ളൂ. പ്രീതിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ചിന്തകളും ഉണ്ട്. പക്ഷേ പ്രതികരിക്കാൻ ഒരു വിരല് പോലും അനക്കാൻ സാധിക്കില്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ദൈവം എനിക്ക് എന്തെല്ലാം നടത്തി തരുന്നു. മനസ്സ് നിറഞ്ഞു. താങ്ക് ഗോഡ്. എന്റെ മോള് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടോ, താൻ വാളൊന്ന് എന്തെങ്കിലും ഒന്ന് പറയടോ. എന്താ നോക്കിയിരിക്കുന്നേ? എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയും സാറേ? എടോ, എന്നാ താൻ ചെന്ന് ആ ഫോൺ എടുത്തൊന്ന് കുത്തി നോക്ക്. എല്ലാരും ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. എന്താ തനിക്കറിയാൻ പാടില്ലേ? ഓ, തനിക്ക് അതറിയാൻ പാടില്ലല്ലോ. എന്നാ സാറിന് വിഷ്ണുമോന്റെ ശാലിനി കുഞ്ഞിന്റെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ പോരായിരുന്നു? എടോ പിള്ളേ, എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോടോ? അതിനിടയ്ക്ക് ഭാമ തിരിച്ചു വന്നാലും എവിടെ പോയെന്നാണോ ഞാൻ പറയുക? എനിക്കിത് കുഞ്ഞിനത് കാണാൻ പോലും. സത്യമോ വന്നല്ലോ. ഇതെന്താ ഇവര് സത്യാമ്മയുടെ കാറില്? പിള്ളേ, അർജുൻ പോരുന്നോ? അപ്പൊ എന്റെ ഭാമ? ആംബുലൻസോ? പിള്ളേ, ഇതാണോ ഇതൊക്കെ? എനിക്കറിയില്ല സാറേ. ഇവളെന്താണ് ആംബുലൻസില്? പിള്ളേ, ഭാമ? ഭാമേ,
ശ്യാമ പോയല്ലോ. മകൾ ഒരിക്കൽ കാഴ്ച ഉണ്ടായിരുന്നു കാട്ടിക്കൊടുക്കാൻ. പോയ സ്ഥിതിക്ക് കുഴപ്പമില്ല, വിരുന്ന് വിളിച്ച് കാട്ടിക്കൊടുക്കാൻ ഞാൻ. അർജുൻ വാ മോനെ. ഇതാ തൊട്ടുപോകരുത് അവളെ. അമ്മയെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിന്നവനാ നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളവിടെ ഇരിക്കെ. ഇരിക്കുമോളെ. ഈ ഫയലുകളൊക്കെ നിങ്ങൾ 2-3 പേര് നോക്കിയല്ലേ എന്റെ അടുത്തേക്ക് തരുന്നത്? എന്തു പറ്റിയച്ചാ? എന്തെങ്കിലും സൈൻ ചെയ്യാൻ വിട്ടുപോയോ? നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന കമ്പനികളെ ഞാൻ അറിയാതെ ഏതെങ്കിലും ഒഴിവാക്കുകയോ പുതിയതായി എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? അച്ഛാ, അതിപ്പോ ഡെയിലി റേറ്റില് വലിയ വ്യത്യാസം വരുന്നുണ്ട്. അതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിലും മാറ്റം വരുന്നുണ്ട്. പഴയ സപ്ലയേഴ്സ് അത്രയ്ക്ക് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. പുതിയ കമ്പനികൾ കോസ്റ്റിൽ സഹകരിക്കുന്നുണ്ട്. എല്ലാരെയും മാറ്റിയിട്ടില്ല. കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു, എന്നാൽ ക്വാളിറ്റിയിലും അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നല്ലേ എന്റെ അർത്ഥം. അത് മാത്രമല്ല, അങ്ങനെ ചെയ്തപ്പോ എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു. അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു, അപ്പൊ പറഞ്ഞിരുന്നു. അച്ഛൻ ഓർക്കാത്തതാ. ഒരു ക്രൈസിസ് വന്നപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നു. വേറെ വഴിയില്ലായിരുന്നു. അന്ന് കമ്പനിയേക്കാൾ വലുത് ഞങ്ങൾക്ക് അച്ഛന്റെ ജീവനായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. കുറെ നാളുകളായി നമ്മൾ പുതിയ കമ്പനിയിൽ നിന്നാണ് മെറ്റീരിയൽസ് വാങ്ങുന്നത്. ഇതുവരെ ആരും പരാതി പറഞ്ഞിട്ടില്ല. അച്ഛന് താല്പര്യമില്ലെങ്കിൽ നിർത്തിയേക്കാം. അതല്ല വന്തിയെ, നമ്മുടെ കമ്പനി ഇതുവരെ യാതൊരു തരത്തിലുമുള്ള ബ്ലാക്ക് മാർക്കിൽ പെടാത്തൊരു കമ്പനിയാണ്. അതാണ് നമ്മുടെ വിജയവും. എനിക്ക് ഉടനെ മാനേജറെ ഒന്ന് കാണണം. അയാളോടൊന്ന് വരാൻ പറയും. എന്താ അച്ഛ കാര്യം? എന്നോട് പറ. കാരണം ഞാനും കൂടെ നോക്കിയല്ലേ ഫയൽ അപ്രൂവ് ചെയ്യുന്നേ. ഇതിൽ ചില ഡിസ്പാരിറ്റികൾ കാണുന്നു, പ്രത്യേകിച്ച് ബില്ലുകളിലും GSTയിലും. എന്നുവെച്ചാ എനിക്ക് ക്ലിയർ ആയില്ല. എടുത്തി, അത് ഈ ബില്ലില് വേണ്ട. അത് അർച്ചന തന്നെ പറയും. നിങ്ങൾ 3 പേർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് അച്ചുവാ കണ്ടുപിടിച്ചത്. ഒന്നുമില്ല എടുത്തി, പർച്ചേസ് ബില്ലിലും GST ബില്ലിലും ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എല്ലാം ഒരേ ഡേറ്റിലുള്ള പർച്ചേസ്, ഒരേ ഐറ്റങ്ങള്. പക്ഷെ 2 ബില്ലുകള്, 2 GST റേറ്റ്. ഒന്നില് 8 ലക്ഷം, ഒന്നില് 4 ലക്ഷം. ഇതില് ഏതാണ് ശരിയെന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, അമ്മ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല.
നീ അമ്മയെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. വീണ്ടും വീണ്ടും നിനക്ക് ഞാൻ കടപ്പെട്ടിരിക്കുകയാണല്ലോ മോളെ. മകളല്ലേ അമ്മയ്ക്ക് കടപ്പെട്ടിരിക്കണ്ടേ? പൊടി പിടിച്ച് ഈ മുറിയിലിരുന്നിട്ട് അമ്മയ്ക്ക് അസുഖം വന്നത്. ഇനി ആരും അറിയാതെ ഞാൻ മുറി വൃത്തിയാക്കിക്കോളാം. അമ്മയ്ക്ക് വിളക്കും വയ്ക്കാം. സത്യത്തിൽ നീ ആരാ മോളെ? എങ്ങനെ നീ എനിക്ക് സ്വന്തമായത്? അതിനുത്തരം പറയാൻ ഞാൻ ആളല്ലമ്മേ. ഞാൻ അമ്മയുടെ സ്വന്തം മോളെ തന്നെ. ദൈവം എന്നെ എന്റെ അമ്മയുടെ അരികിൽ എത്തിച്ചു. അപ്പച്ചി, ഈ ദിവസങ്ങളിലൊക്കെ അപ്പച്ചി ഓഫീസിലുണ്ടായിരുന്നല്ലേ? എന്നിട്ട് ഗൗതമിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? എടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. അല്ല, ഏകപക്ഷീയമായിട്ട് ഒരാളെ മാത്രം പ്രതികൂട്ടിലാക്കാൻ പറ്റില്ലല്ലോ സഞ്ജു. ഗൗതം കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളല്ലേ? എന്താ തൊഴിലാളികൾ വിയർപ്പൊഴുക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ? ജീവൻ പണയം വെച്ച അവർ ഉയരത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന AC റൂമിൽ ഇരിക്കുന്നവര് അത്രത്തോളം ഒന്നും ചെയ്യുന്നില്ല. മാധവേട്ടൻ 35 വർഷത്തിന് പുറത്ത് ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാ. അയാളെ ഗൗതം തല്ലിയത്. അല്ല, ആരാ ഈ ഗൗതം? എനിക്കറിയില്ല അയാൾ ആരാന്ന്. അയാളെ നമ്മൾ എന്തിനു പ്രൊട്ടക്ട് ചെയ്യണം? അയാളെ ലൈനിൽ കിട്ടിയോ? ഈ പ്രശ്നം നീണ്ടുപോകാൻ കാരണം അതാ സഞ്ജു. ഹീസ് ഓൺ ലീവ്. ഫാമിലിക്കൊപ്പം വേളാങ്കണ്ണിക്ക് പോകുന്ന റീസൺ പറഞ്ഞത്. മനസ്സാണ് നന്നാവേണ്ടത്, അല്ലാതെ ദൈവത്തെ തേടി പോവല്ല. അയാളെ പിരിച്ചുവിടാതെ കോംപ്രമൈസ് പ്രതീക്ഷിക്കണ്ട. അത് പോസിബിൾ അല്ല. വൈ? അയാളെ ന്യായീകരിച്ചും ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാളെ ന്യായീകരിക്കുന്നത് അപ്പച്ചി മാത്രമാ. എന്തിനാ അപ്പച്ചി ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന അയാൾക്ക്? അയാളുടെ കഴിവ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ അയാളെ ഒഴിവാക്കിയാൽ എതിർ ഗ്രൂപ്പ് ഗൗതമിനെ സ്വീകരിക്കും. വെട്ടികളാവുന്നത് നമ്മളായിരിക്കും. ഞാൻ ബുദ്ധിപൂർവ്വം നീങ്ങുമ്പോൾ സഞ്ജു ഇമോഷണൽ ആവുന്നു. മോനെ, ബിസിനസ്സിൽ സെന്റിമെന്റ്സിന് ഒരു അതിർത്തി രേഖയുണ്ട്. അതിനപ്പുറം നമ്മൾ പോവരുത്. അയാൾ എവിടെ ഉണ്ടെങ്കിലും ഇന്ന് പ്രശ്നം നടക്കുന്ന വർക്ക് സൈറ്റിൽ എനിക്ക് അയാളെ കിട്ടണം. അതിന് വേണ്ടത് അപ്പച്ചി ഉടൻ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാധവേട്ടൻ ഒന്ന് വാ. ഞാൻ സത്യ സാറേ പറഞ്ഞത്. ഒന്ന് വാ മാധവേട്ട. ഗൗതം, താനോട് നിൽക്ക. അദ്ദേഹം മാറിപ്പോയല്ലോ. ഇപ്പൊ ചെന്ന് ദേഷ്യപ്പെടും. എന്താണോ വർക്കി തനിക്ക് ഈ നേരം പറയാനുള്ളത്? MD നേരിട്ട് വരുമെന്ന് തന്നോട് ഞാൻ പറഞ്ഞല്ലേ? സത്യാവസ്ഥ അറിയാത്ത തൊഴിലാളികൾ ഇപ്പൊ തന്റെ കൂടെയാണ്. അവരെ തെറ്റിദ്ധരിപ്പിച്ച ഇപ്പൊ തന്റെ കൂടെ കൂട്ടിയേക്കുന്നത്. അതല്ല നേതാവേ, കള്ളുകുടിച്ച് ബൈക്കിൽ നിന്ന് വീണല്ലേ എനിക്ക് പരിക്ക് പറ്റിയത്. 10-30 ദിവസം ചികിത്സയിലുമായിരുന്നു. താനത്തെ കാശ് കിട്ടാൻ മുമ്പ് കുമ്പസാരിക്കണം. ചികിത്സാ ചെലവ് 2 ലക്ഷം രൂപയും തന്റെ 30 ദിവസം ശമ്പളം ചേർത്ത് നല്ലൊരു തുക കൈവരാൻ പോന്നു. തന്റെ ഭാഗ്യത്തിനാ അന്ന് സൈറ്റിലുണ്ടായിരുന്നവർ തന്റെ കൂടെ നിന്നത്. പിന്നെന്താ ഇപ്പോ? എന്റെ പേടി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് എന്തിനാണെന്ന് പുറത്താവൂന്നാ. ചികിത്സയുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അതിൽ സത്യം ഉണ്ടാവില്ലേ? കള്ളുകുടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആയെന്ന് വരെ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടെന്നാ മോൻ പറഞ്ഞത്.
സത്യം പുറത്തായ എന്നെ ജീവനോട് വച്ചേക്കില്ല. തന്റെ ഡിസ്ചാർജ് സമ്മറി ആരാ ചോദിച്ചത്? താനേ പറഞ്ഞതുപോലെ അങ്ങ് ഉറച്ചു നിന്നാ മതി. കിട്ടുന്നതിന്റെ പകുതി എനിക്ക് വേണം. അത് നമ്മൾ തമ്മിലുള്ള കരാറാണ്. പിന്നെ അന്ന് സൈറ്റിലുണ്ടായിരുന്ന 3 പേർക്ക് താൻ 10,000 രൂപ വെച്ച് കൊടുത്തേക്കണം. താൻ വാ, MDയും കൂട്ടർ ഇപ്പോൾ വരും. ഈ പ്രശ്നം തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. ഇവളെന്തിനാ ഇവിടേക്ക് വന്നത്? മനു, നീ അവരോട് സംസാരിക്കും. ഞാനിപ്പോ വരാം. ശരി, വാ. ഓ, അവന്റെ പിന്നാലെ തന്നെ അവളും ഉണ്ടല്ലോ. ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ? അല്ലെങ്കിൽ എന്തിന് ഇവള് സമരപന്തലി വരണം? ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടുത്തെ വിവരങ്ങൾ അറിയല്ലേ നീ വന്ന്? അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഇത് സമരപന്തല. അതിന് എനിക്കെന്താ? ഒരാവശ്യം വന്നാ വരാതിരിക്കാൻ പറ്റുമോ? എന്താ നിന്റെ ആവശ്യം? അമ്മ നിങ്ങളെ എത്ര നേരമായി വിളിക്കുന്നു. കിട്ടാതെ വന്നപ്പോഴാ ഞാൻ വന്നത്. നീ കാര്യം പറ. ഫോൺ കാറില. ഡിസ്ചാർജ് ചെയ്ത ശേഷം അമ്മയ്ക്കൊരു മരുന്ന് ഡോക്ടർ എഴുതി തന്നത് ഓർമ്മയുണ്ടോ? ആ മരുന്നിന്റെ കുറിപ്പ് വേണം. അത് നിങ്ങളുടെ കാറിലുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. എന്താ അമ്മയ്ക്ക് സുഖക്കുറവുണ്ടോ? അതല്ലേ കുറിപ്പടി വാങ്ങാൻ ഞാൻ വന്നത്. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. നീ ഇപ്പൊ തന്നെ മെഡിസിൻ വാങ്ങിപ്പോക്കോ. അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ആ, ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അത് ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഞാൻ പോയിക്കോളാം. ആ പിന്നെ ആ ഫോണൊന്നെടുത്ത് ഒന്ന് തുറന്നു നോക്കണേ. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാനുള്ളത് അതിലുണ്ട്. പോട്ടെ MD സാറേ. അവളെന്താ അങ്ങനെ പറഞ്ഞ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, വിളക്കണഞ്ഞല്ലോ. ഞാൻ ആശുപത്രി കിടക്കുമ്പോ ഈ വിളക്ക് താനെ അണഞ്ഞിരുന്നു ഗാർഗി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ആർക്കും അപകടം വരാൻ പോകുന്നല്ലേ അതിനർത്ഥം? എന്റെ ഉദയനൂരമ്മ. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആര്? ജാസ്മിൻ. മോളെ ജാസ്മിൻ, മോള് വന്നോ? ഈ ബൊക്കയ്ക്ക് നല്ല മണമാണല്ലോ. ആർക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന? എന്തായാലും അത് നിനക്കുള്ളതല്ല. പിന്നെ ആർക്കാ? അത് ജാസ്മിനല്ലേ അറിയൂ, അല്ല മോളെ? ഹായ്, ഐ ആം ജാസ്മിൻ. ഹായ്.
വിശാൽ, നമ്മുടെ വക്കീലിന്റെ മോളായത് ജാസ്മിൻ. വക്കീലിന് ദുബൈയിൽ എന്തോ ഒരു പ്രോഗ്രാം. ഒരു മാസം അവിടെ നിൽക്കണം. ജാസ്മിനെ വീട്ടിൽ തനിച്ചാക്കി പോകാൻ വക്കീലിനൊരു മടി. എന്റെ അടുത്ത് നിന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഒരു മാസം ഇവളിവിടെ ഉണ്ടാവും. അത് ശരിയാവില്ല പ്രഭാവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അദ്ദേഹത്തിന് ആപത്ത് ഒഴിയുന്നേ ഇല്ലല്ലോ. തുടരെ തുടരെ ഇങ്ങനെ ഓരോന്ന്. പാർവതി, ദൈവമേ, എങ്ങനെയാ ഞാനിത് ദൈവമ്മയോട് പറയാ? ഒരമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. കാരണമറിയാത്തൊരു ഭയം എന്റെ ഉള്ളിലും ഉണ്ടായി. പാർവതി മനക്കണ്ണിൽ കണ്ട കാഴ്ച എന്താണെന്ന് അവ്യക്തമായി ഞാൻ അറിയുന്നു. ദൈവമേ, ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. അദ്ദേഹത്തിന് എനിക്കത് പറയാൻ കഴിയുന്നില്ല. ദൈവമേ, ഒരിക്കലും കാണാൻ ഇടവരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാഴ്ചയത്. മോൾ പേടിക്കണ്ട, ദേവി മുന്നറിയിപ്പ് തന്നതല്ലേ. അങ്ങനൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്, മുൻകരുതൽ എടുക്കണമെന്ന്. കണ്ടത് മോള് പറയ, എങ്കിലല്ലേ നമുക്ക് മുൻകരുതൽ എടുക്കാൻ കഴിയും. എല്ലാവരും ചുറ്റിനും ഇരുന്ന് കരയാ. അപ്പോ ഒരു പെൺകുട്ടി വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് പൂ വെച്ചു. എന്താ ദൈവമേ അതിന്റെ അർത്ഥം? അതിനൊരർത്ഥമേ ഉള്ളൂ പാർവതി. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കാരണം വിശാലിന് അപകടമുണ്ടാകുമെന്ന്. ഇനി എന്താ ദൈവമേ ചെയ്യാ? ഞാനിത് പറഞ്ഞ അദ്ദേഹം മാത്രമല്ല, ആരും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന്റെ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ കള്ളം പറയുന്നതാണെന്ന് അവരൊക്കെ കരുതും. വിശാലിന് നേർക്ക് അപകടം വരുമ്പോഴെല്ലാം ഞാൻ മോളോട് പറയാറുള്ളത് തന്നെയാ എനിക്കിപ്പോഴും മോളോട് പറയാനുള്ളൂ. നീയാണ് അവന്റെ കാവൽ, നീയാണ് അവന്റെ രക്ഷ. എന്റെ കൺമുന്നിലൂടെയാണ് ആപത്ത് വരുന്നതെങ്കിൽ ഞാൻ ദൈവമയ്ക്ക് വാക്കു തരാം. എന്റെ ജീവൻ എടുത്തതിന് ശേഷമേ ആ ആപത്തിന് അദ്ദേഹത്തെ തൊടാൻ കഴിയും. മതി, നിന്റെ ഈ വാക്ക് മതി എനിക്ക്. നീയാണ് എന്റെ ധൈര്യം. ദൈവമയുടെ പ്രാർത്ഥന ഉണ്ടാവണം. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ഡിവോഴ്സിന് നീ തയ്യാറാണെന്നും അമ്മ പറയുന്നത് എന്തോ അനുസരിക്കാമെന്നും നീ ഈ അമ്മയ്ക്ക് വാക്ക് തന്നിരുന്നു. അത് നീ മറന്നോ? ദേ, വക്കീൽ സാർ ഒരുപാട് തിരക്കുള്ള ആളാ. ഒപ്പിട്ട് കൊടുക്ക്, അദ്ദേഹം പോയിക്കോട്ടെ. ഒപ്പിട്ട് കൊടുക്കാക്കി. എന്തൊരു കഷ്ടായത്. എന്റെ പൊന്നു മോനെ, ഇങ്ങനെ ആലോചിച്ചിരുന്ന നിനക്ക് അതിനെ നേരം ഉണ്ടാവും. അതങ്ങ് ഒപ്പിട്ട് കൊടുക്ക്. ഒപ്പിട് സാറേ. അപശകുനമാണല്ലോ. അപശകുനം. ശ്യാമയുടെ ഈ കഠിന പൂജ ഉൾക്കൊള്ളാൻ ഉമാമഹേശ്വരി ഒരുക്കമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോന് വേണ്ടി അമ്മ ആലോചിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആരാണെന്നറിയാമോ? നിനക്കറിയാവുന്നതും നിന്നെ ഇഷ്ടമായിട്ടുള്ള ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടി നിന്നെ ഒത്തിരി മോഹിച്ചതാ. അവള് നിന്നെ സ്വപ്നം കണ്ട് നിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നീയും നമ്മൾ ആരും അതറിഞ്ഞിരുന്നില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണമേ നടക്കുമായിരുന്നുള്ളൂ. പെൺകുട്ടി ഏതാണെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ പാട്ടും സംഗീതവും ഒക്കെ? പാട്ടെനിക്കിഷ്ടമാ. എന്നാ പെൺകുട്ടി പ്രശസ്തയായ ഒരു ഗായികയാ. ഇപ്പോഴും നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ലമ്മേ, എന്റെ മനസ്സിപ്പോ ശൂന്യ. മോനെ, വിസ്മയാണ് പെൺകുട്ടി. നമ്മുടെ അരുന്ധതിയുടെ മകള്. വിസ്മയോ? എന്താ? അവളുടെ കല്യാണ ആലോചനയ്ക്ക് നമ്മളെല്ലാവരും കൂടി പോയതല്ലമ്മേ. ഏട്ടനും ഏട്ടത്തിമാരും ശ്യാമയും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അവരുടെ വീട്ടില്. എന്റെ ഫ്രണ്ടും മ്യൂസിക് ഡയറക്ടറുമായ വിവേകായിരുന്നു കല്യാണം ആലോചിച്ചത്. കല്യാണം ആലോചിച്ചു എന്നല്ലേ ഉള്ളൂ, കല്യാണം നടന്നിട്ടൊന്നുമില്ലല്ലോ. പെൺകുട്ടികളായ ഒത്തിരി കല്യാണാലോചനകൾ വരും. വിസ്മയ്ക്കും അങ്ങനെ ഒരു ആലോചന വന്നെന്ന് കരുതിയാ മതി. ഏതായാലും അവൾ ആ ആലോചനയൊക്കെ വിട്ടു.
അഖിയെ കല്യാണം കഴിക്കാൻ വിസ്മയ്ക്ക് 100 വട്ടം സമ്മതം. മോനെന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാമേ? ഏത് കല്യാണമാണെങ്കിലും ഞാൻ നിന്ന് തരാം. ഞാനിപ്പോ ഒരു യന്ത്രമല്ലേ. യന്ത്രത്തിന് വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും ഇല്ലല്ലോ. വിസ്മയെ കല്യാണം കഴിക്കുന്നത് എന്തുകൊണ്ടും എന്റെ മോനൊരു അനുഗ്രഹം. നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാ, നല്ല പത്തര മാറ്റി തങ്കം. പിന്നെ എന്റെ മോന് ഏറ്റവും ഇഷ്ടമല്ലേ അവളുടെ പാട്ട്. വിസ്മയ നല്ലൊരു പാട്ടുകാരിയല്ലേ? എനിക്ക് എതിരൊന്നുമില്ലമ്മേ. ഞാനിപ്പോ ഒരു ശിലയാ, വെറും ശില. എന്നാ പിന്നെ ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. അരുന്ധതിയെ ഞാൻ വിളിച്ചു പറയാം, അഖിക്ക് സമ്മതമാണെന്ന്. ഏത് പെണ്ണാണെങ്കിലും എനിക്കെതിരൊന്നുമില്ല. അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ടമ്മേ. എന്താ മോനെ? എനിക്ക് അവസാനമായിട്ട് ശ്യാമി ഒന്ന് കാണണം. എന്തിനാണെന്നാ ചോദിച്ചത്? നിന്നെ കൊല്ലം നോക്കിയവളല്ലേ അവള്? കൊല്ലാൻ നോക്കിയതാണെങ്കിലും അതെന്തിനാണെന്നൊന്ന് അറിയണമല്ലോ. എനിക്ക് അവളെ കാണണം. അഖി, അവസാനത്തെ കൂടിക്കാഴ്ചയാണമ്മേ. യാത്ര പറഞ്ഞ് പിരിയുന്നതിന് മുൻപ് എന്നെ കൊല്ലാൻ നോക്കിയത് എന്തിനാണെന്ന് എനിക്കറിയണം. അഖി, കൊല്ലാൻ നോക്കിയവളുടെ അടുത്തേക്ക് വീണ്ടും ചെന്ന പിന്നെ അവള് കൊല്ലാനേ നോക്കൂ. അതുകൊണ്ട് പോണ്ട, നിന്നെ ഞാൻ വിടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുതിയ ഫോൺ എന്റെ ഫോൺ പുതിയ കവറോ? ഓ അത് ശരി. അല്ല എന്നാലുവേ ആ കുരുത്തക്കെട്ടവര് എവിടെ പോയി? ആ എവിടെങ്കിലും പോയി തൊലയോട്ടെ. ഞാൻ എന്തിനാ തിരക്കാൻ നടക്കുന്നത്? എനിക്ക് എന്റെ മോനെ കാണണം. എന്റെ സാഗർ എവിടെ? എന്റെ മോനെ കാണണം. ഇപ്പൊ കാണണം. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. ബാലു, അമ്മേ, അവൻ ഏതോ കൂട്ടുകാരനെ കാണാൻ പോയതായിരിക്കും, ഉറപ്പ്. അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ തിയേറ്റർ. അതെ, കരയാതമ്മേ. അമ്മ ഇങ്ങനെ വിഷമിച്ച് BP കൂട്ടാതെ. ഇല്ല, എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ പോവും. അമ്മയെ നമുക്ക് 1 മണിക്കൂർ കൂടി നോക്കാം, എന്നിട്ട് പോലീസിനെ അറിയിക്കാം. 1 മണിക്കൂറാ? 1 സെക്കൻഡ് പോലും കാക്കരുത്. വേഗം പോലീസിനെ അറിയിക്കും. പോലീസ് അന്വേഷിക്കട്ടെ ഒരാപത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്. ഞാനൊരു 5 ഓർഡർ എടുത്തു കഴിഞ്ഞു. ഇനി അത് വെടിപ്പായ ചെയ്യണം. ഓർഡർ നമ്പർ 1 ബാലു, നമ്പർ 2 സാഗർ. നിന്റെ കുടുംബത്തിന്റെ നാശം കാണാതെ ഞാൻ അടങ്ങില്ല. ബാലു മോനെ വാ. ഓന അവൻ ആ പ്രമോദ്, അവൻ അറിയാം നമ്മളെ സാഗർ എവിടെയുണ്ടെന്ന്. ഞാൻ ഓനെ കാണാൻ പോവാ. മോളെ വിട്. ഓൻ എന്നോട് പറഞ്ഞതാ എന്റെ മക്കളെ ഓരോരുത്തരെയായി ഓൻ കുഴപ്പത്തിലാക്കുന്നു. ബാലുവിനെ അവൻ ഫോൺ ചെയ്തതല്ലേ. എനിക്കോനെ കാണണം. എനിക്കോനെ ഇപ്പൊ പോയി കാണണം. അമ്മയൊന്ന് സമാധാനപ്പെടമ്മേ. അങ്ങനെയൊന്നും ചുമ്മാ ഒരാളെ അപായപ്പെടുത്താനൊന്നും പറ്റില്ല. എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. വിളിക്കേ, വേഗം വിളിക്കേ. അവൻ പറയുന്ന എനിക്ക് കേൾക്കണം. സ്പീക്കറിലൂടെ. എന്ത് വേണം സാർ? എന്റെ അനിയനെ വേണം. എങ്ങനെ? പ്രമോദേ, കളിച്ച് ലിമിറ്റ് കടന്ന് കളിച്ച കാര്യം കൈവിട്ടു പോകും. നിന്റെ മോൻ കാണിച്ച തെമ്മാടിത്തരത്തിന് നിയമത്തിന്റെ വഴിയില ഞങ്ങൾ നീങ്ങിയത്. അതിന് ഇമാതിരി വേടത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയ
അതേ നാണയത്തിൽ ഞാനും തിരിച്ചടിക്കും. എന്റെ അനിയൻ എവിടെ അത് പറ. എടാ, പ്രമോദ് പണി തന്നിരിക്കുമെന്ന് പറഞ്ഞാ അത് 100% തന്നിരിക്കും. ആ പണി വരുന്നുണ്ട്, നീ ഒരുങ്ങിയിരുന്നു. പക്ഷേ നിന്റെ അനിയന്റെ കേസ് എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. അവനെ ഏതെങ്കിലും പെമ്പിള്ളാരുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ, അവിടെ കാണും. എന്റെ അനിയൻ നിന്റെ മോനെ പോലെ പെമ്പിള്ളേരുടെ വീട് നോക്കി നടക്കുകയല്ലടാ. ഒന്ന് പോടാ. നീ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതല്ലേ, നീ കൊണ്ട് കേസോട്. ഞാൻ നിന്റെ അനിയനെ അപകടപ്പെടുത്തി എന്ന് പറഞ്ഞ. പ്രമോദേ, ഹലോ. അമ്മ, അയാള് പറയുന്നത് കേട്ടാ തന്നെ അറിയാം അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. പിന്നീട് എന്റെ മോനെ എവിടെയാ? അമ്മ ഒരു 2 മണിക്കൂറുടെ ഒന്ന് ക്ഷമിക്ക. 2 മണിക്കൂർ നമുക്ക് നോക്കാം. ബാലു, 2 മണിക്കൂറുടെ നോക്കിയിട്ടും വിവരമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പുണ്ണേന് വലിയ ഇഷ്ടം റവലഡു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് പറയണ കേട്ടു, കൊറേ നാളായി റവലഡു കഴിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കൊടുക്കാന്ന്. എനിക്കും ഭയങ്കര ഇഷ്ടം, എന്റെ ജീവൻ റവലഡു. അപ്പൊ ഞാനോ അമ്മ? മോളെന്റെ ജീവന്റെ ജീവനല്ലേടി. കുമാരി, ഇപ്പൊ ഞങ്ങൾക്കുള്ളതായി, ഇനി പിന്നെ ഉണ്ടാക്കിയാ പോരെ? അയ്യടാ, ഇത് അപ്പുണ്ണേനുള്ളതാ. ഇത്രയോ? ആദ്യം അപ്പുണ്ണേന് കൊടുക്കും, എന്നിട്ട് നിങ്ങൾക്ക് തരും. അപ്പുണ്ണി തിന്നേന്റെ ബാക്കി തിന്ന ഞങ്ങൾ എന്താ ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികളോ? ഞാൻ പോന്ന്. ഉമ്മ പോവല്ലേ, ഇവിടെ ഇരിക്ക്. ഒരു ലഡുവിന്റെ പേരിലൊക്കെ പിണങ്ങിപ്പോയി നാണക്കേട്. എവിടെ ഇരിക്ക്. ഇത് ഞാൻ തരും. അപ്പുണ്ണേന് ആദ്യം കൊടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തരും, ഉറപ്പായിട്ട് തരും. മോളെ ഞങ്ങൾക്ക് താ. അപ്പുണ്ണിക്ക് 2 എണ്ണം മാറ്റി വെച്ചാ പോരെ? 2 എണ്ണോ? അപ്പുണ്ണേന് ഇത് വലിയ ഇഷ്ടമാണ്, മിക്കവാറും ഇത് മുഴുവൻ കഴിക്കുന്ന എനിക്ക് തോന്നണം. അയ്യോ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? എന്നെ ഇവിടെ പിടിച്ചെടുത്ത് ഈ ഉരുട്ടുന്ന കണ്ടപ്പോ ഞാൻ വെച്ച് വിരുന്നുകാരെ വേണ്ട, ആദ്യം എനിക്ക് 2 എണ്ണം തരുമായിരിക്കും. എടി, നിന്റെ ഉമ്മ ഭയങ്കര കൊതിച്ചാളോടി. അങ്ങനെ വലിയ കൊതിയൊന്നുമില്ല, ചില മണങ്ങളൊക്കെ അടിക്കുമ്പോ ചില കൊതികൾ, അത്രേ ഉള്ളു. ഇതിപ്പോ ഈ നെയ്യുടെ പഞ്ചസാരയും തേങ്ങയുടെ ഒക്കെ മണം അടിച്ചിട്ട് എനിക്ക് നിക്കക്കള്ളിയില്ല വെച്ചേ. ഇതുപോലെ വീട്ടിൽ ബീഫ് കറി ഉണ്ടാക്കുമ്പോ ഈ കുക്കറിനകത്തേക്കുള്ള വിസിലിൽ ഇങ്ങോട്ട് മണം വരുമല്ലോ. ഈ ബീഫ് അങ്ങോട്ട് തിളച്ച് ഗുമാന്ന് തിളയ്ക്കുമ്പോ ആ ഒരു മണം അടിച്ചു കഴിഞ്ഞാലേ ഞാൻ പിന്നെ അങ്ങ് പരക്കാൻ പാച്ചില്ല. പിന്നെ അതങ്ങ് തുറന്നൊന്ന് ഇളക്കി അതിന്റെ കുറച്ച് കഷ്ണം എടുത്ത് തിന്നാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. അപ്പൊ ഇത് സമാധാനമായിട്ട് കാത്തിരിക്കണേ. കാത്തിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ കുഞ്ഞ്? ഇതുപോലെ മോള് തരാതിരുന്നപ്പോഴും ഒരു കഥ ഞാൻ ഓർത്തതേ. കഥയല്ല, നടന്ന സംഭവമാ. എന്റെ കുഞ്ഞുമ്മയുടെ മോടെ 40 കുളി നടക്കുക. അപ്പൊ 40 കുളിക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുമല്ലോ. അല്ല, 1-ാം തരം ബീഫ് ബിരിയാണി. കാതിരക്കയാ ബിരിയാണി വെക്കുന്നത്. ഈ ബിരിയാണിയുടെ മണം അടിച്ചിട്ട് എനിക്ക് നിക്കക്കണ്ണിയില്ല. ഞാൻ ഓടി ചെന്നിട്ട് ചോദിച്ചു, കാതിരക്ക ആ ചെമ്പൊന്ന് പൊക്കിക്കേ, എനിക്ക് ഇച്ചിരി ബിരിയാണി തരാൻ പറഞ്ഞു. അപ്പൊ പറയാ പറ്റത്തില്ല, എല്ലാവർക്കും ഒരുമിച്ചേ വിളമ്പൂന്ന്. ഇത് കേട്ടതുമല്ല, എനിക്കങ്ങ് ദേഷ്യം വന്ന് ഞാൻ നല്ല 1-ാം തരം ഒരു കൊതി അങ്ങ് വിട്ട്. പിന്നെ ആ ബിരിയാണി കഴിച്ചവരെല്ലാം ആശുപത്രിയിലായിരുന്നു. അല്ലേ, ഇവിടെ ഞാൻ കൊതി വിടൂന്നല്ലേ പറഞ്ഞേ, ഇതെനിക്ക് തരുമല്ലോ ലഡു. അപ്പൊ പിന്നെ ഞാൻ കൊതി വിടത്തില്ല. അപ്പുണ്ണിക്ക് കൊടുത്തിട്ട് തന്നാ മതി. പിന്നെ ഈ കാലാവസ്ഥയൊക്കെ മോശമാ, ചിലപ്പോ പൂപ്പല് പിടിക്കുമായിരുന്നു. ഇല്ല, ഞാൻ പെട്ടെന്ന് അപ്പുണ്ണേണ്ണ കൊടുത്തിട്ട് തരാം. അതെന്താന്നറിയാമോ, അപ്പുണ്ണേണ്ണ ആദ്യം ഈ ലഡു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇല്ലെങ്കിൽ ഞാൻ ഉമ്മയ്ക്ക് തന്നേനെ. അല്ല, ഉമ്മ കൊതി കൊടുത്തൊന്നുമില്ല. ഉമ്മയ്ക്ക് കൊതി. ഇതാ അപ്പുണ്ണിയാണ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. ഇത് മുഴുവനോ? ആരൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ജമാലെ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നേ? വീരുന്നവർക്ക് ആദ്യം കൊടുക്കും. അവർക്ക് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലല്ലേ നമ്മൾ കഴിക്കൂ. ഇവിടെ അങ്ങനല്ല. അപ്പുണ്ണിക്ക് ലഡു കൊടുത്തിട്ട് അതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് തരും. അങ്ങനല്ലേ കുമാരി? എന്തേലും മാറ്റം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പുണ്ണിയുടെ ഇവിടെ? അപ്പുണ്ണിയെ ഞങ്ങൾ കൃഷി ഓഫീസിൽ പോയതായിരുന്നു. വന്നിട്ട് കൈക്കോട്ട് എടുത്ത് നേരെ പറമ്പിലോട്ട് കയറിയിട്ടുണ്ട്. ആണോ? എന്നാ പിന്നെ ഞാൻ കൊടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ അല്ലേ ഉണ്ടാക്കിയത്. അല്ല, ഇപ്പൊ കൊണ്ട് കൊടുക്കണ്ട. അയ്യടാ, ഇത് മുഴുവൻ തന്നെ തീർക്കാൻ വേണ്ടിട്ടല്ലേ. ഞാൻ കൊടുത്തിട്ട് വരാം. എടി, ആ പാത്രം ഒന്ന് കഴുകി വെക്കണേ. കൊണ്ട് കൊടുക്കട്ടാ. അല്ല, ഇനിയിപ്പോ അപ്പുണ്ണി മൊത്തം ഇതങ്ങ് തിന്നുവോ എന്തോ? മൊത്തം കഴിക്കാനുള്ള നല്ല ബെസ്റ്റ് മൂഡിലാ അപ്പുണ്ണി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.